പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തെ അനുസരിച്ച് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുകയാണെങ്കിൽ കുടുംബം ഒരു സ്വർഗമാണ്. അപ്പനും അമ്മയും മക്കളും പരസ്പരം സ്നേഹത്തിലും വിധേയത്വത്തിലും ബഹുമാനത്തിലും അനുസരണത്തിലും ദൈവഭക്തിയോടെ ദൈവഭയത്തിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഈ സ്വർഗ സുന്ദരമായ ജീവിതം ദീർഘായുസ്സോടെ ലോകത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇനി നേരെ തിരിച്ച് വചനത്തിൻ്റെ വ്യവസ്ഥയൊക്കെ ലംഘിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ലോകജീവിതം വളരെ ദുഷ്കരവുമാണ്. കുടുംബത്തിൻ്റെ ആ സന്തോഷമൊക്കെ അനുഭവിക്കാൻ വളരെ പ്രയാസമാണ്. നമുക്കതേക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിൻ്റെ അടുക്ക വന്നു, ഇപ്രകാരം പറഞ്ഞു: നിൻ്റെ ശിഷ്യന്മാർ പിതാക്കന്മാരായ ആളുകൾ പാരമ്പര്യമായിട്ട് ചെയ്തു വന്ന അനുഷ്ഠാനങ്ങളെ മറന്നു കളഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ പൂർവികരുടെ പാരമ്പര്യം അനുസരിക്കുന്നില്ലല്ലോ, അവർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ സമ്പ്രദായ നിമിത്തം നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനയെ നിങ്ങൾ ലംഘിച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അപ്പനെയോ അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ദൂഷിക്കുന്നവൻ മരിക്കണം എന്നും ദൈവം കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അപ്പം നിങ്ങൾ എന്നെ വ്യർത്ഥമായി അതരം കൊണ്ട് ബഹുമാനിക്കുന്നു, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയായിരിക്കുന്നു. അപ്പോൾ എന്ന് യെശയ്യാവ് പറഞ്ഞ കാര്യം ശരിയായിരിക്കുകയാണ്. നിൻ്റെ അപ്പനെയും അമ്മയ്ക്കും നിന്നിൽ നിന്ന് ലഭിക്കേണ്ട നന്മയ്ക്ക് പകരം ദൈവാലയത്തിൽ പോയി വഴിപാട് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ മാനുഷിക നിയമങ്ങളെ പ്രമാണങ്ങളായി ഉപദേശിക്കുന്നത് കൊണ്ട് ദൈവകൽപ്പന ലംഘിച്ച് കളയുന്നു, അഥവാ ദുർബലമാക്കി കളയുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയരെ, യേശു വീണ്ടും പറയുകയാണ്, ഈ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല പ്രശ്നം. എന്ന് പറഞ്ഞാൽ വായ്ക്കകത്തേക്ക് പോകുന്നത് മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല, മറിച്ച് വായിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുഷ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, ദുർനടപ്പ്, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം, ഇവയൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്, വായിലൂടെ പുറത്തേക്ക് വരുന്നതാണ്. അതവനെ അശുദ്ധനാക്കുന്നു. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അത് വില കുറഞ്ഞ ചില കാര്യങ്ങളിലല്ല നമ്മൾ നിർബന്ധം പഠിക്കേണ്ടത്. ദൈവത്തിൻ്റെ കൽപ്പന അഥവാ വചനം ലംഘിക്കാതെ ജീവിക്കുന്നതിനാണ് കാര്യം എന്ന് പറഞ്ഞു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ, അത് ന്യായമല്ലോ. മാത്രമല്ല, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ്സോടെ ഭൂമിയിൽ ജീവിച്ചിരിക്കാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അങ്ങനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നന്മ എത്ര വലുതാണെന്ന് അറിയാവോ? അങ്ങനെ നിങ്ങൾക്ക് നന്മ ഉണ്ടാകാനും ദീർഘായുസ്സോടെ ഭൂമിയിൽ ജീവിച്ചിരിക്കാനും അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, ഇത് വാഗ്ദത്തത്തോട് കൂടിയ ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു നോക്ക്, നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന നന്മ വളരെ വലുതായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൽപ്പന തരാൻ കാരണമെന്നറിയാമോ? ഇന്ന് ഈ പ്രായാധിക്യത്തിൽ വരുമ്പം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന മക്കൾ വളരെ വിരളമാണ്. ഞങ്ങൾ തികഞ്ഞ ആത്മീയരാണ് എന്ന് പറയുന്നവരുടെ ഇടയിൽ പോലും
ഇന്ന് മാതാപിതാക്കളെ അനുസരിക്കുന്ന കാര്യത്തിൽ അവർക്ക് വലിയ ഉത്സാഹം താല്പര്യമില്ല. അതിൻ്റെ ഒക്കെ ഭരണഫലം എന്താണെന്ന് തിരുവചനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. തുടർന്ന് നമുക്കതേക്കുറിച്ച് പഠിക്കാം. വീണ്ടും പിതാക്കന്മാരോട് പറയണം, പിതാക്കന്മാർ മക്കളെ കർത്താവിൽ ബാലശിക്ഷയിലും കർത്താവിൻ്റെ ശിക്ഷണത്തിലും പഥ്യോപദേശത്തിലും അവരെ പോറ്റി വളർത്തുവിൻ. അവരെ പ്രകോപിപ്പിക്കാതെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും അവർ പോറ്റി വളർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഈ വിധത്തിൽ ബാല്യത്തിലെ തന്നെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ തക്ക വിധം വളർത്തേണ്ടിയിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സദൃശവാക്യത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, മക്കളെ ഇന്ന് പലരും ഈ വടി കൊണ്ട് അടിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് ഭയങ്കര ദോഷമാണ്. വടി കൊണ്ട് അടിക്കാതിരുന്നാൽ ഭയങ്കര ദോഷമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ് 13-24 മകന് വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മക്കളെ പകയ്ക്കുന്നു, വെറുക്കുന്നത് കൊണ്ട് വടി കൊണ്ട് അടിക്കുന്നില്ല എന്ന്. ഇനി മക്കളെ സ്നേഹിക്കുന്ന പിതാവാണെങ്കിൽ അവനെ ബാല്യത്തിലെ തന്നെ ശിക്ഷിച്ച് വളർത്തും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സദൃശവാക്യത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നത്, മക്കളുടെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു. വടി കൊണ്ട് അവരെ അടിച്ചാൽ വടി അവരുടെ പോഷത്വത്തെ അവരിൽ നിന്ന് അകറ്റിക്കളയും. വീണ്ടും 23-ാം അധ്യായത്തിൻ്റെ 14 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടി കൊണ്ട് അടിച്ചു എന്ന് കരുതി ഒരു ചത്തുപോകുകയൊന്നുമില്ല. 24-ാം വാക്യത്തിൽ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വടി കൊണ്ട് നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കുക മാത്രമല്ല, വടി കൊണ്ട് അടിക്കുന്നില്ലെങ്കിൽ അവൻ്റെ പ്രാണനെ നരകത്തിലാക്കും. അടി കൊടുത്ത് അവനെ വളർത്തിയാൽ അവൻ്റെ പ്രാണനെ നരകത്തിൽ നിന്ന് കരകയറ്റാനാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയരെ, ഈ ശിക്ഷണം കൂടാതെ പിള്ളേരെ സ്നേഹിച്ചൊക്കെ അവരുടെ ഇഷ്ടത്തിന് മാത്രം അവർ പറയുന്നത് മാത്രം അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്തു കൊടുത്ത് സ്നേഹിച്ചും ലാളിച്ചും മാത്രം വളർത്തുന്നതുകൊണ്ട് ഈ മക്കൾ ഇന്ന് തിരിഞ്ഞുകൂടി തുടങ്ങി എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണേ. പണ്ടൊക്കെ ശിക്ഷ കൊടുത്ത് വളർത്തിയ മക്കളാണ് നല്ല സ്വഭാവത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി മാതാപിതാക്കളെ ബഹുമാനിച്ചും അനുസരിച്ചുമൊക്കെ ജീവിച്ചു വന്നത്. ഇനി നമുക്ക് ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കൾ അല്ല, കവടയലേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാരസന്തതികളാണ്. മക്കൾക്ക് ന്യായമായി കിട്ടേണ്ട ശിക്ഷ പിതാവിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അവർ ജാരസന്തതികളാണ് എന്നാണ്. ഇത് ഞാൻ പറയുന്നതെല്ലാം ബൈബിൾ എഴുതിയിരിക്കുന്നതാണ്. നമ്മുടെ ജഡസംബന്ധമായി പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ അവർ ശിക്ഷിച്ചത്? അതായത് മാതാപിതാക്കന്മാർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ചതുപോലെയും ആയിരുന്നു. ദൈവമോ നാം അവിടുത്തെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ. എന്നാലോ അതിൽ അഭ്യാസം തികഞ്ഞവർക്ക് അത് വലിയ പിന്നത്തേതിൽ അത് വലിയ സന്തോഷമായി തീരും. ആത്മീകമായി അവർക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയരെ, ഇതൊക്കെ നമ്മൾ ബാല്യത്തിൽ ചെയ്തെടുത്താൽ ആ മക്കൾ വളരെ നല്ല സ്വഭാവമുള്ളവരായിട്ട് വരും എന്നതാണ് വാസ്തവം. പിന്നെ മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കന്മാരെ ദുഃഖിപ്പിക്കരുത്. അത് വലിയ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച്
അധ്വാനിച്ച് അവരുടെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം ബലികഴിച്ച് അവരെ സ്വന്തം ഇഷ്ടങ്ങൾ ഉറക്കം പോലും ഉപേക്ഷിച്ച് ഒരായുസ് മുഴുവൻ അവർക്ക് വേണ്ടി അധ്വാനിച്ച് അവർ പ്രായമായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അങ്ങോട്ട് കൊടുത്ത സ്നേഹം തിരികെ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മനോവ്യസനം എത്ര വലുതാണ്. പ്രിയരെ, മാതാപിതാക്കന്മാർ ദുഷിച്ചാൽ അവർ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് യേശു തന്നെയും പറഞ്ഞത്. സദൃശവാക്യത്തിൽ അങ്ങനെ ഒട്ടനേകമെടുത്ത് അവരെ ദുഃഖിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മക്കളോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്. പിതാവിൻ്റെ കൽപ്പന പ്രമാണിക്കുക, മാതാവിൻ്റെ ഉപദേശത്തെ നിരസിക്കരുത്. അത് നിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നിന്നെ കാണുന്നവർ നീ നിൻ്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിച്ചും അമ്മയുടെ ഉപദേശം കേട്ടും അപ്പൻ്റെ ഉപദേശവും ശാസനയും എല്ലാം കേട്ടനുസരിച്ച് ജീവിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമാകത്തക്ക വിധം ഈ സ്വഭാവങ്ങളെല്ലാം നിന്നിൽ വെളിവായിരിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് ഉപദേശിക്കും, അഥവാ നിന്നോട് സംസാരിക്കും. പ്രിയരെ, മകനെ, ഈ വിധത്തിൽ ആ പിതാവിൻ്റെ പ്രബോധനം നിനക്ക് ദീപവും അവൻ്റെ ശാസന വെളിച്ചവുമായിരിക്കും. ജീവിതകാലം മുഴുവൻ അത് അനുഗ്രഹവും സന്തോഷവുമായിരിക്കും. അതുകൊണ്ട് പ്രിയരെ, പിതാവിനെയോ മാതാവിനെയോ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവർ കാണപ്പെട്ട ദൈവങ്ങൾ ആണ്. അവർ കാണപ്പെട്ട ദൈവങ്ങളാണ്. എത്രയോ സ്നേഹം, എത്രയോ വലിയ കരുതൽ ഈ ഭൂമിയിൽ അപ്പനും അമ്മയ്ക്കും തരാൻ കഴിയുന്ന വലിയ സ്നേഹം തരാൻ വേറെ ആർക്കും കഴിയില്ല. ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ മക്കളെ അവരെ ഒരിക്കലും വേദനിപ്പിക്കാതെ മരിക്കുവോളം അവർക്ക് സ്നേഹം കൊടുക്കുന്നത് ഒരു സന്തോഷമായിരിക്കട്ടെ. മാതാപിതാക്കൾക്ക് മക്കളെ സ്നേഹിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. സ്നേഹം പ്രതിസ്നേഹത്താലല്ലാതെ കടം തീരുകയില്ല. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.